അപ്പോൾ ഈ പറഞ്ഞ 3 പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ ടോപ്പായിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ നമുക്കൊന്ന് പരിചയപ്പെട്ട് ഇരിക്കാം ഈ ഒരു വ്ളോഗിൽ. അടുത്ത വ്ളോഗിൽ നമുക്ക് അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എല്ലാവരും പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്. എല്ലാവരും പറയുന്നതല്ല, ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പനീസ് അവരുടെ ഷെയർസ് ഇറക്കും. അപ്പം നമുക്ക് ആ ഷെയർസ് പർച്ചേസ് ചെയ്യാം. ഇപ്പം TCS അല്ലെങ്കിൽ ഇൻഫോസിസ് അതുപോലുള്ള IT കമ്പനീസ്, അതുപോലെ പിന്നെ സിമെൻറ്റിൻ്റെ കമ്പനീസ്, V-Guard, അങ്ങനെ മണപ്പുറം ഫിനാൻസ്, അങ്ങനെയുള്ള ഒത്തിരി കമ്പനീസ് അവർക്ക് ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഷെയർ മാർക്കറ്റിൽ ഷെയർസ് വിൽക്കാനായിട്ട് വെക്കും. ഓക്കെ, നമുക്കത് വാങ്ങിക്കാം. അപ്പം ഈ കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടും അല്ലാണ്ട് ഒത്തിരി വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇപ്പം ആരാണ് ഇപ്പം നിലവിൽ റൂൾ ചെയ്യുന്ന ഗവൺമെൻറ്, അല്ലെങ്കിൽ ഇപ്പോൾ പെട്രോളിൻ്റെ വില കൂടുന്നത്, മഴ വരുന്നത്, അങ്ങനെയുള്ള ഒത്തിരി ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഷെയർസിൻ്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഷെയർ ചിലപ്പം 10 രൂപയുടെ ഒരു ഷെയർ വാങ്ങിച്ചു, അല്ലെങ്കിൽ 1000 രൂപയുടെ ഒരു ഷെയർ വാങ്ങിച്ചു. അപ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ്. 1000 എന്നുള്ളത് 1500 പോകുന്നു. അപ്പോൾ നമ്മൾ ആ ടൈമിൽ നമ്മുടെ ആ ഷെയർ വിൽക്കുകയാണ്, നമുക്ക് 500 രൂപ ലാഭമാണ് അല്ലേ. ഒരു ഷെയർ വാങ്ങിക്കുമ്പോൾ 1000 രൂപയുടെ ഒരു ഷെയർ വാങ്ങിച്ചു, നമുക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു, അപ്പോൾ നമ്മളത് വിൽക്കുന്നുവെങ്കിൽ 500 രൂപ നമുക്ക് ലാഭമാണ് അല്ലേ. അപ്പം ആ ഒരു വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. നമ്മൾ സ്ഥലം വാങ്ങിക്കുന്നു, വില കൂടുമ്പോൾ വിൽക്കുന്നു. അതുപോലെ തന്നെ ഷെയർ വാങ്ങിക്കുന്നു, വില കൂടുമ്പോൾ വിൽക്കുന്നു. ഇതാണ് അതിനകത്ത് മെയിനായിട്ട് നടക്കുന്നത്. പക്ഷേ അതിനകത്ത് തന്നെ ഷെയർ മാർക്കറ്റിൽ തന്നെ ലോങ് ടേം, ഷോർട്ട് ടേം, ട്രേഡിങ്, അങ്ങനെ 3 കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരും ഓരോ പർപ്പസിനാണ് ഈ 3 കൺസെപ്റ്റ്സും അപ്ലൈ ചെയ്യുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ട്രേഡിങ് ചെയ്യുന്നവരുണ്ട്, ഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഏതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പിന്നെ ഇനി രണ്ടാമത്തേതെന്ന് പറയുമ്പം ബോൺസ് എന്ന് പറഞ്ഞാൽ കടപ്പത്രങ്ങൾ എന്നാണ് മലയാളത്തിൽ. ശരിക്കും അത് ഒത്തിരി എന്താണ് അതിൻ്റെ കറക്റ്റ് ഇതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സേഫറായിട്ടുള്ളൊരു ഓപ്ഷനാണ്. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, സ്റ്റോക്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉള്ളത്. ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. എന്നാൽ ഒത്തിരി റിസ്ക് ഫാക്ടർ ഉള്ളൊരു സാധനമാണ്. ചിലപ്പോൾ ഇട്ട പൈസ മൊത്തത്തിൽ പോയി പാപ്പരായി പോകും. കാരണം അങ്ങനെയുള്ള ചാൻസും ഈ ഷെയർ മാർക്കറ്റിലുണ്ട്. പക്ഷേ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു മീഡിയമാണ്. നമുക്ക് ഇന്നിപ്പോൾ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം സെയിം ഡേ തന്നെ എങ്ങാണ്ട് തിരിച്ച് എമൗണ്ട് അക്കൗണ്ടിൽ വീഴുന്ന സിസ്റ്റവും ഉണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. ഞാനിപ്പോൾ കുറേ ആയി ചെയ്തിട്ട്. അപ്പോൾ ഇല്ല, എനിക്ക് തോന്നുന്നു ഇന്ന് വലിച്ചാൽ 2 ദിവസത്തിനകത്ത് അക്കൗണ്ടിൽ എമൗണ്ട് വീഴും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഷെയറിൻ്റെ കാര്യങ്ങൾ. റിസ്ക് കൂടുതലാണ്, റിട്ടേൺ കൂടുതലാണ്, ലിക്വിഡിറ്റി മീഡിയമാണ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് ബോൺസാണ്. ബോൺസ് എന്ന് പറയുമ്പം റിസ്ക് കുറവാണ്. നമുക്കിട്ട എമൗണ്ട് അതിൽ കൂടുതൽ തന്നെ കിട്ടും, കുറഞ്ഞു പോകത്തില്ല. റിട്ടേൺ എന്ന് പറഞ്ഞാൽ താരതമ്യേന വലിയ കുഴപ്പമില്ലാത്ത, ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ വെച്ച് നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു റിട്ടേൺ കിട്ടുന്ന സംഭവമാണ്. പക്ഷേ ലിക്വിഡിറ്റി ഒരു രക്ഷയില്ല. അവർ പറയുന്ന ചിലപ്പോൾ 10 വർഷം, 20 വർഷം
5 വർഷത്തേക്കുണ്ടോ എനിക്ക് തോന്നുന്നില്ല, 20 വർഷമൊക്കെയാണെന്ന് തോന്നുന്നു മിനിമം. അപ്പോൾ 20 വർഷം നമ്മുടെ എമൗണ്ട് അവിടെ തന്നെ കിടക്കും. അപ്പം അതാണ് അതിനകത്തെ ഒരു പോരായ്മ. അപ്പോൾ താരതമ്യേന റിട്ടേൺ കൂടുതൽ തന്നെയാണ്, റിസ്ക് കുറവാണ്, പക്ഷേ ലിക്വിഡിറ്റി ഇല്ല എന്നല്ല, ലിക്വിഡിറ്റി വളരെ കുറവാണ്. നമുക്ക് പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല. അവർ പറയുന്ന ആ ഒരു ടൈമിൽ തന്നെ അത് അവിടെ ഇട്ടേക്കണം. പിന്നെ വന്നിട്ട് മ്യൂച്വൽ ഫണ്ട്സാണ്. ബോൺസ് കഴിഞ്ഞാൽ പിന്നെ മ്യൂച്വൽ ഫണ്ട്സ്. ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഷെയർ മാർക്കറ്റിൽ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ TCSൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടർ, ഫിനാൻസ് സെക്ടറിലുള്ള ഏതെങ്കിലും ഒരു ഷെയർ വാങ്ങിച്ചു എന്ന് വയ്ക്കുക. അപ്പോൾ മൊത്തത്തിൽ ഫിനാൻസ് സെക്ടറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിപ്പെൻഡൻസി കൊണ്ട് ഒരു താഴോട്ടോ ഒരു ഇടിച്ചിൽ വരികയാണെങ്കിൽ, നമ്മൾ ഫിനാൻസ് സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മൊത്തത്തിൽ താഴെ പോവും. പിന്നെ അത് വലിച്ച് തിരിച്ചെടുക്കാമെന്ന് വെച്ചാൽ പിന്നെ നമുക്കത് ഉടനെ ഒന്നും വിറ്റെടുക്കാനൊക്കത്തില്ല. എന്തുകൊണ്ട്? ഒത്തിരി താന്നു പോയി അല്ലേ. കാരണം നമുക്കൊരൊറ്റ ഒരു ഷെയറാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇപ്പോൾ SBIയുടെ ഷെയറെങ്കിൽ SBIയുടെ മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഷെയർസാണ്. അത് മാനേജ് ചെയ്യാനായിട്ട് ഒരാൾ കാണും, ഫണ്ട് മാനേജർ എന്ന് പറയും. നമ്മളതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് മാസാമാസം ഒരു 500 രൂപ അല്ലെങ്കിൽ മാസാമാസം ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ TCSൻ്റെയൊക്കെ ഒരു ഷെയറിന് എനിക്ക് തോന്നുന്നു 3000-4000, അത് 2000, ഒരു ഷെയറിന് തന്നെ 2000 അല്ലെങ്കിൽ 4000 രൂപ വില വരും. ഇപ്പോഴത്തെ റേറ്റൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഒരു ഷെയറിന് തന്നെ 2000-3000 രൂപ വരും എന്ന് വയ്ക്കാം. അപ്പം നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഷെയറൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലെ കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 500 രൂപ കൊണ്ടുപോയാലും അത് യൂണിറ്റാണ്, ഒരു യൂണിറ്റായിട്ടാണ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ഷെയർസിൻ്റെ ഒരു ഗ്രൂപ്പാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റിനുള്ള പൈസ കൊടുത്താൽ മതി. ഒരു യൂണിറ്റ് എന്ന് പറയുമ്പം ഒരു 14 രൂപ, 15 രൂപ, 17 രൂപ, അങ്ങനെ ആ ഒരു റേറ്റാണ് ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ. ഒരു 25 രൂപ കൊടുത്താലും ഒരു യൂണിറ്റ് കിട്ടും. എന്നുവെച്ചാൽ 25 രൂപ കൊടുത്ത് മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. മിനിമം എനിക്ക് തോന്നുന്നു 500 രൂപയെങ്കിലും മാസമുള്ള SIP എന്ന് പറയും, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. മാസം 500 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 500 രൂപ നമ്മളൊരു മാസം കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ 500 രൂപയ്ക്ക് നമ്മൾ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ്സ് വാങ്ങിച്ചു വയ്ക്കും. അപ്പം 500 രൂപ കൊടുത്താൽ ചിലപ്പോൾ നമുക്കൊരു 250 യൂണിറ്റ്സൊക്കെ നമ്മുടെ കയ്യിലിരിക്കും. അല്ലെങ്കിൽ ഒരു 200 യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു 24-25 യൂണിറ്റ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ യൂണിറ്റ്സ് നമ്മുടെ കയ്യിലിരിക്കും. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതിന് പലതരം ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് റിസ്ക് കൂടിയതുണ്ട്, റിസ്ക് കുറഞ്ഞതുണ്ട്, ഉടനെ ഒന്നും എടുക്കാൻ പറ്റാത്ത മ്യൂച്വൽ ഫണ്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസ് പറയുവാണെങ്കിൽ റിസ്ക് ഒരു മീഡിയമാണ്. ഒട്ടും അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പോലെ ഒത്തിരി അങ്ങോട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യത്തില്ല. കാരണം ഒരു മ്യൂച്വൽ ഫണ്ടിനകത്ത് പല ഷെയർസ് കാണും. ഫിനാൻസ് സെക്ടറിൽ നിന്നുള്ളത് കാണും, അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നുള്ളത് കാണും. അത് നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ ഏതൊക്കെ സെക്ടറിലുള്ള സ്റ്റോക്സാണ് നമ്മുടെ ആ മ്യൂച്വൽ ഫണ്ടിനകത്ത് ഉള്ളതെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പം സ്റ്റോക്കായാലും മ്യൂച്വൽ ഫണ്ട് ആയാലും നമ്മൾ അത്യാവശ്യം അനലൈസ് ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഏതൊക്കെയാണ് ആ ഒരു മ്യൂച്വൽ ഫണ്ടിനകത്ത് ഉള്ളത് എന്നൊക്കെ ആലോചിച്ചും കണ്ടുമൊക്കെ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ റിസ്ക് താരതമ്യേന കുറവെന്ന് പറയാൻ പറ്റത്തില്ല, മീഡിയമാണ് റിസ്ക്. അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കുറഞ്ഞു പോകത്തില്ല. ലോങ് ടേം ആണ് മ്യൂച്വൽ ഫണ്ട് ആയാലും സ്റ്റോക്ക് ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെസ്റ്റ്. അപ്പം നമുക്ക് റിസ്ക് കുറവല്ല, മീഡിയം ആയിരിക്കും. പിന്നെ ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് FDനേക്കാട്ടിലും എന്തുകൊണ്ടും കൂടുതലായിരിക്കും മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു മീഡിയം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം മ്യൂച്വൽ ഫണ്ട് ചിലതൊക്കെ ഇപ്പം നമ്മൾ തന്നെ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു ഓപ്ഷനുണ്ട്. ISA അക്കൗണ്ട് എന്ന് പറയും. അത് നമുക്ക് ചില ബാങ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ISA അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് മ്യൂച്വൽ ഫണ്ട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. അതേസമയം അല്ല എങ്കിൽ നമ്മൾ ഈ SIP ഒക്കെ എടുക്കുന്നതിന്
മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓഫീസിൽ പോയിട്ട് എഴുതി കൊടുത്ത് അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓരോ മാസം പൈസ പോയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമുക്കത് വലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഓഫീസിൽ പോയിട്ട് എഴുത്തുകുത്തൊക്കെ നടത്തി കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ 2 രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ മ്യൂച്വൽ ഫണ്ട് ഇപ്പം നമ്മൾ വിഡ്രോ ചെയ്യണം എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 മണിക്കാണത് പ്രോസസ്സ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സിൽ 2 മണിക്ക് പ്രോസസ്സ് ചെയ്യും. മിക്കവാറും പിറ്റേന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ അത് വരും. അപ്പോൾ അതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യങ്ങൾ. താരതമ്യേന റിസ്ക് മീഡിയം, ലിക്വിഡിറ്റിയും വലിയ കുഴപ്പമില്ല. നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് 1-2 ദിവസത്തിനകത്ത് തന്നെ തിരിച്ച് എമൗണ്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ റിട്ടേൺ എന്ന് പറയുന്നത് FDനെക്കാട്ടിലും ഒക്കെ എന്തുകൊണ്ടും ബെറ്ററാണ്. പിന്നെ വരുന്നത് മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിയൽ എസ്റ്റേറ്റാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലം വാങ്ങുന്നു, വിൽക്കുന്നു, വീട് വാങ്ങുന്നു, വിൽക്കുന്നു, ആ സംഭവമാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പറയാൻ പറ്റില്ല. നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വിൽപ്പനയൊന്നും നടക്കില്ല. ഇപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞപ്പം ഒത്തിരി വിൽപ്പനയൊന്നും നടക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അതുപോലെ റിസ്ക് കൂടുതലാണ്. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻസ്, നമ്മൾ കിട്ടുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടും അപ്പോൾ വരുന്ന ആൾക്കാരെ ബേസ് ചെയ്തിട്ടും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി ഭയങ്കര ലോ ആണ്. പെട്ടെന്ന് നമുക്ക് വിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് അതിനെ ക്യാഷാക്കി മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. സോ ലിക്വിഡിറ്റി ഭയങ്കര ലോ ആണ് റിയൽ എസ്റ്റേറ്റിൻ്റെ കേസിൽ. പക്ഷേ അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ലോങ് ടേമിലേക്ക് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എത്രത്തോളം നമുക്ക് അങ്ങനെ നമ്മുടെ എമൗണ്ട് അവിടെ ഇങ്ങനെ ഒരു വീട് വാങ്ങിക്കുകയോ സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുക അത് പറയുന്ന പോലെ ഉള്ള കാര്യമല്ല റിയൽ എസ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. സ്ഥലം വാങ്ങുന്നു, വില കൂടുമ്പോൾ വിൽക്കുന്നു, അതിനെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ വന്നിട്ട് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറയുമ്പം നമ്മൾ സേവിങ്സ് എന്ന് പറയുമ്പോൾ മിക്കവാറും പറയുന്ന ആൾക്കാർ എനിക്ക് കുറേ LIC ഉണ്ടെന്ന്. അങ്ങനെ LIC എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനൊന്നുമല്ല. അതിനെ അങ്ങനെ ഒരു രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ LIC അല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് നമ്മളുടെ അഭാവത്തിൽ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ അവർ ജീവിക്കുമോ ആ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഒന്നാണ് ലൈഫ് ഇൻഷുറൻസ്. അത് ഉറപ്പായിട്ട് നമ്മൾ എടുത്തിരിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ടേം ഇൻഷുറൻസ് ആണ്. ടേം ഇൻഷുറൻസ് എന്നല്ലേ പേര്. അപ്പോൾ അതാണെങ്കിൽ ഈ നമ്മളുടെ ട്രഡീഷണൽ LIC പോളിസീസ് പോലൊന്നും അല്ല. ഒരു വളരെ കുറച്ച് എമൗണ്ടിൽ വലിയ ഒരു ഇൻഷുറൻസ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോലെ തന്നെ എല്ലാ വർഷവും കഴിയുമ്പോൾ അതിൻ്റെ ആ അടച്ച എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അതാണ് എനിക്ക് തോന്നുന്നത് ടേം ഇൻഷുറൻസിൻ്റെ പ്രശ്നം അതാണ്. അതുകൊണ്ട് മിക്കവരും അത് ഓപ്റ്റ് ചെയ്യാറില്ല. ട്രഡീഷണൽ പ്ലാൻ തന്നെയാണ് പോകുന്നത്. ഈ ട്രഡീഷണൽ പ്ലാനിൽ നമുക്ക് വലിയൊരു എമൗണ്ട് ഒന്നും ഇൻഷുറൻസ് തിരികെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു അത് കുറച്ചൊന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. LIC അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല. അതൊരു സെക്യൂരിറ്റിയാണ്. നമ്മുടെ ലൈഫിന് ഒരു സെക്യൂരിറ്റി പോലെ. അതായത് നമ്മളുടെ അഭാവത്തിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഇൻഷുറൻസ് ചെയ്യണം. അതാണ് അതിനകത്തെ കാര്യം. അതുപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസും. നമുക്ക് ഒരു സെക്യൂരിറ്റിയാണ്. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ സമ്പാദ്യം മൊത്തം നമ്മളല്ലാണ്ട് സമ്പാദിച്ചു വെച്ചേക്കുന്നതെല്ലാം നമ്മുടെ ഒരു ലൈഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കളയരുത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണം. അതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരിക്കലും തിരിച്ചു കിട്ടില്ല. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ക്യാഷായിട്ട് തിരിച്ചു കിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ആപത്ത് വരികയാണെങ്കിൽ നമുക്കത് ഇറ്റ് വിൽ ബി വർത്ത്. അങ്ങനെയാണ്. ഒരിക്കലും ഈ ഇൻഷുറൻസ് ഒരിക്കലും ഒരു ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ അല്ലെങ്കിൽ ക്യാഷിൻ്റെ റിട്ടേൺ പ്രതീക്ഷിച്ചിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ പോളിസീസ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇൻഷുറൻസ് എന്നുള്ള ഇതിൽ ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ഒരു വലിയ എമൗണ്ട് ഇൻഷുറൻസ് കിട്ടാൻ ചാൻസ് ഉള്ളത് ഈ ടേം, എൻ്റെ ആ ടേം കറക്റ്റാണോ എന്നറിയില്ല, ടേം ഇൻഷുറൻസ് തന്നെ ആയിരിക്കും ബെസ്റ്റ്. പിന്നെ വരുന്നത്
ഗോൾഡാണ്. എല്ലാവർക്കും അറിയാം ഗോൾഡ് ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. അതൊരിക്കലും ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ അതിൻ്റെ ലിക്വിഡിറ്റി നോക്കുവാണെങ്കിൽ കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പണയം വയ്ക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒരിക്കലും അത് വിറ്റ് നമുക്ക് പൈസ എടുക്കാൻ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കോയിൻ ആയാലും ആഭരണമായാലും നമുക്കത് മാറ്റി വാങ്ങിക്കുക എന്നുള്ളതല്ലാതെ അത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് പൈസ കിട്ടില്ല. സോ ലിക്വിഡിറ്റി സംബന്ധിച്ചിടത്തോളം അത് വലിയ ഗുണമൊന്നുമില്ല, കുറവാണ്. പിന്നെ റിസ്ക് താരതമ്യേന കുറവാണ്. റിട്ടേൺ ചോദിച്ചാൽ ഒരു ലോങ് ടേമിൽ നല്ല റിട്ടേൺ ആണ്, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഗോൾഡും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെല്ലാം ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. നമ്മൾക്ക് ഓരോ ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഉദ്ദേശങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് വേണം നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താനായിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് വഴിയെ നമുക്ക് പറയാം. ഇത് ഇപ്പോൾ തന്നെ ഇച്ചിരി ലോങ് ആയിപ്പോയി. നിങ്ങൾക്കിത് വല്ലതും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്തതെല്ലാം പലതരം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെയാണ്. അതായത് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഇനി FD, റെക്കറിങ് ഡെപ്പോസിറ്റ്, സേവിങ്സ് അക്കൗണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ട്. സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെയാണ്. നമുക്ക് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3.54% റിട്ടേൺ മാത്രമേ കിട്ടത്തുള്ളൂ. വലിയ റിട്ടേൺ ഒന്നുമില്ല. ലിക്വിഡിറ്റി ഹൈ ആണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന്. പിന്നെ റിട്ടേൺ വലുതായിട്ടൊന്നുമില്ല. റിസ്ക് കുറവാണ്. റിസ്ക്കില്ല അതിനകത്ത്. ഇട്ട പൈസ നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടും. പിന്നെ ഉള്ളത് FD, റെക്കറിങ് ഡെപ്പോസിറ്റ്, അതുപോലുള്ള കാര്യങ്ങളാണ്. അതിന് സേവിങ്സ് അക്കൗണ്ടിനേക്കാളും കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ലിക്വിഡിറ്റി നോക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും മിക്കതും. പിന്നെ ചിലർ സമ്മതിക്കില്ല, പെനാൽറ്റീസൊക്കെ ഉണ്ടാവും. നമ്മൾ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പേ FD തിരിച്ചെടുക്കുകയാണെങ്കിൽ പെനാൽറ്റീസൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് FD, RDയുടെ കാര്യം. അപ്പോൾ ഇതെല്ലാ ഓപ്ഷൻസും നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ട് ഇതിലേതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫിനാൻസ് പ്ലാൻ ചെയ്യാം, നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഇതിലെ ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ എടുക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. അപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസൊക്കെ എപ്പോഴൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു കേസിലാണ് നമ്മൾ ഇതിനെയൊക്കെ പറ്റി ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എപ്പോൾ കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിപ്പോൾ തന്നെ ഇച്ചിരി കൂടുതലായിപ്പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കമൻസാണ് എനിക്ക് കൂടുതൽ എന്താണിത് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് അറിഞ്ഞിട്ട് എനിക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുള്ളാണ്, ഇച്ചിരി ലാഗിങ് ആയിരുന്നു എങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒരു 3 പേർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത്. കാരണം ഇത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഷെയർ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.